അപ്പോൾ ഹലോ ഗൈസ്, പൃഥ്വിരാജിൻ്റെ ഖലീഫ കണ്ടിപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ ചൂടോടെ തന്നെ അഭിപ്രായം പറയാമെന്ന് കരുതി. പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് വൈശാഖാണ്. പിന്നെ എഴുതിയിട്ടുള്ളത് എന്താ പുള്ളിയുടെ പേര്, ജിനു വി എബ്രഹാം. മെയിനായിട്ടുള്ള അഭിനേതാക്കൾ ഇന്ദ്രൻ ചേട്ടനുണ്ട്, പിന്നെ രഞ്ജി പണിക്കരുണ്ട് പുള്ളിയുടെ ഉപ്പയായിട്ട്, പഴയ നടി മോഹിനി ഉണ്ട് പുള്ളിയുടെ ഉമ്മയായിട്ട്, അതായത് പൃഥ്വിരാജിൻ്റെ ഉമ്മയായിട്ട്. അങ്ങനെ പിന്നെ ഷമ്മി തിലകനുണ്ട്, പുള്ളി മില്ലനാണ്. ഒക്കെ ഏകദേശം നമുക്ക് ട്രെയിലർ തന്നെ മനസ്സിലാവും, അതുകൊണ്ട് സ്പോയിലറൊന്നുമല്ല. പടം കഥ ഏകദേശം ട്രെയിലറിന് നമുക്ക് മനസ്സിലാവുന്ന പോലെ തന്നെയാണ്, അതായത് സ്മഗ്ലിങ്, ഗോൾഡ് സ്മഗ്ലിങ്. അപ്പോൾ അവർക്ക് ഇടയിലുള്ള കുടിപ്പക, പിന്നെ പൊട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരാൾ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം നാട്ടിലെത്തിയിട്ട് വൈക്കന്ന് അടിച്ചു മാറ്റണമെന്ന് പറയണ വേറാണ് പൊട്ടിക്കൽ. അപ്പോൾ ഇതും ഒക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കഥ. ഇതിപ്പോൾ നമ്മൾ കുറേ പടത്തിലൊക്കെ കണ്ടിട്ടുള്ള കഥയാണെങ്കിലും എന്താ പറയുക, ഈ സ്റ്റോറി അല്ലെങ്കിൽ ഈ തീം ഇത് ഡയറക്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളിടത്താണ് ഈ പടത്തിൻ്റെ എന്താ പറയുക രസം അല്ലെങ്കിൽ വിജയം. അത് വൈശാഖ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ എന്താ പറയുക ലാഗില്ലാതെ ക്ലൈമാക്സ് വരെ പുള്ളി എത്തിക്കുന്നുണ്ട്. എന്നിട്ട് ക്ലൈമാക്സിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലത്തെ ഒരു ക്ലൈമാക്സ് തന്നിട്ട് അതിന് ശേഷം എന്താ പറയുക ടൈലൻ്റായിട്ട് പുള്ളി അടിപൊളിയായിട്ട് നല്ല റൊമാൻറ്റിഫിക്കേഷൻ തരുന്ന രീതിക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് പടം നമുക്ക് എന്താ പറയുക മോശമാണോ അല്ലെങ്കിൽ നല്ലതാണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇറങ്ങാതെ എന്താ പറയുക ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന രീതിക്കാണ് പുള്ളി ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ റൊമാൻറ്റിഫിക്കേഷൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യം ഉണ്ടാവില്ലല്ലോ, ഏകദേശം എല്ലാവർക്കും അറിയാം. ഓൾറെഡി ലീക്കായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുള്ളിയെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. റൊമാൻറ്റിഫിക്കേഷൻ്റെ ആളെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത് തന്നെ വലിയൊരു ട്രീറ്റാണ് ഈ പടത്തിൽ. പിന്നെ അത്യാവശ്യം ഗസ്റ്റ് റോളും അങ്ങനത്തെ ക്യാമിയോ റോൾസൊക്കെ കൊണ്ട് ആണ് പുള്ളി ഈ പടത്തിനെ എലിവേറ്റ് ചെയ്തിട്ടുള്ളത് വൈശാഖ്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു പടം, നല്ലൊരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനിങ് പടമാണ്. ആഗ്രഹമുള്ളവർ പോയി ധൈര്യമായിട്ട് പോയി കാണാം. പിന്നെ എന്താ പറയുക, കഥ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് വെറൈറ്റിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഉള്ളത് എന്താ പറയുക, ഇപ്പോൾ സെയിം സബ്ജക്റ്റ് തന്നെ നമുക്ക് കൊളാക്കി എടുക്കാം അല്ലെങ്കിൽ നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ടില്ല, അതുപോലെ നന്നാക്കി അടിപൊളിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് വൈശാഖ്. നല്ലൊരു മാസ് എൻ്റർടൈനർ കാണാൻ ആഗ്രഹമുള്ളവർക്ക് പോയി കാണാം. നല്ലൊരു പടം, ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ലൈമാക്സ് ആണ് ഇതിൻ്റെ ക്ലൈമാക്സിലെ ടൈലൻ്റ് ആയിട്ടുള്ള സീനാണ് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് കണ്ടിറങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക നല്ലൊരു പടം കണ്ട സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് വെച്ചിട്ട് ഈ പടം ഞാൻ കാണണമെന്ന് സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു, ബൈ.